സോ ഹേ ഗൈസ്, ഞങ്ങൾ വിജയ് നമ്മുടെ ദളപതിയുടെ ന്യൂ മൂവി വരുവാണ്. അതിൻ്റെ ട്രെയിലറാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. വിജയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറയപ്പെടുന്നത് പുള്ളിയുടെ ലാസ്റ്റ് മൂവി എന്നാണോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പുള്ളി പൊളിറ്റിക്സിലൊക്കെ ഇറങ്ങുവാണ്. അപ്പം ഒന്നും പറയാനില്ല, പുള്ളിയുടെ വലിയ ഫാനാണ് ഞങ്ങളെല്ലാവരും. ലാസ്റ്റ് കണ്ട വിജയിൻ്റെ പടം ഏതായിരുന്നു? ലിയോ. ഗോട്ട് നമ്മൾ കണ്ടില്ല, ലിയോ ആണ് കണ്ടത്. ലിയോ എന്നാണോ സിനിമയുടെ പേര്? ലിയോയുടെ പിന്നെ ഒരു പാട്ട് കൂടി ഉണ്ടല്ലോ, അത് ഇറങ്ങിയില്ലല്ലോ. എടാ സിനിമ ലിയോ എന്നാണോ പേര്? ലിയോ സോറി ക്ഷമിക്കണം. വലിയ ഫാനാന്നൊക്കെ പറഞ്ഞിട്ട് പടത്തിന്റെ പേരൊക്കെ പറഞ്ഞുപോയി. പുള്ളി കുറെ ഗ്യാപ്പ് വന്നു. പിന്നെ എനിക്ക് ഗോട്ട് സിനിമയുടെ ട്രെയിലറൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇതെന്തായാലും കണ്ടിരുന്നതിന് ഗോട്ട് നീ കണ്ടോ? അതിന് നമുക്ക് അവാർഡ് തരണമെന്ന് ആണോ? സഹിച്ചുപോയി. കുറെ AI പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്. AI അല്ല, ഡബിൾ റോളും കഥയായിപ്പോയി. എന്തായാലും അതിപ്പോ ലക്കിന് ആകെ നല്ല പോർഷൻ ആയത് സ്നേഹയും വിജയുമായിട്ടുള്ള ഒരു ഇനീഷ്യൽ പോർഷൻസ് കുറച്ച് നല്ല എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ജനനായകന്റെ ട്രെയിലർ നമുക്ക് നോക്കാം. ഇതിനകത്ത് ബോബിഡികളൊക്കെ ഉണ്ട്, എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഓക്കെ, சூப்பரா இருக்கும்னு சொல்லுவாங்க. பொண்ணுங்களுக்கு பயம் இருக்கக்கூடாது. புலி மாதிரி வருஷமாவது ஆர்மி அப்ளிகேஷன்ல வந்து என் பொண்ணை தொட சொன்னவன் யாரு? விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு. அது தெரிஞ்சா நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கும். மக்களுக்கு நல்லது பண்ற நீதிக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிடு. திரும்பி போற ஐடியாவே இல்ல. I am coming. மக்களுக்கு நல்லது பண்றது அரசியலுக்கு வாங்கினா റോബോട്ടോ? അതിന്റെ ഇടയ്ക്ക് റോബോട്ടൊക്കെ വന്നു പോയല്ലോ. ഇതെന്ത് ചിട്ടിയോ? ട്രെയിലർ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടില്ല ട്രെയിലർ. എനിക്ക് പൊതുവെ വയലൻസ് ഉള്ളതൊന്നും ഇഷ്ടമല്ല. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടാ? ട്രെയിലർ തീർന്നു, അതുകൊണ്ട് അത് കുഴപ്പമില്ല.
എന്തുവാടേ കണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കഥയുടെ ഏകദേശം ഒരു ഐഡിയ അതിനകത്ത് വന്നിട്ടുണ്ട്. അതെയാ, എന്താണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്ന കഥ? ആ, ഇവന് വിജയ്ക്ക് ഒരു അനിയത്തി ഉണ്ട്. അനിയത്തി ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. പക്ഷേ എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് പുള്ളിക്കാരിക്ക് പിന്നെ ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാതെയാകുന്നു. ലൈക്ക് ഷീ സ്റ്റാർട്ടഡ് ഷേക്കിംഗ്. അപ്പോൾ അത് റിസോൾവ് ചെയ്യാനായിട്ട് ദ ബ്രദർ വിൽ പിച്ച് സ്റ്റെപ്പ് ഇൻ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ദ ബാഡ് ഗൈ വരുന്നത് ബോബി ഡിയോൾ ആയിരിക്കും. പിന്നെ ആൻഡ് അത് പോർട്രേ ചെയ്തിട്ടുള്ളത് ഇന്ത്യനെ സേവ് ചെയ്യുന്ന രീതിയിലുള്ള എന്തൊക്കെയാണ്. മൈ ഗോഡ്, സോ മച്ച് ഓഫ് കണ്ടന്റ്. ഐ ഡോണ്ട് നോ, ഇത് നമ്മൾ കണ്ടിട്ടുള്ള മൂവീസിനകത്ത് ഓൾറെഡി ഇങ്ങനത്തെ ഒരു പാറ്റേൺ കാണുന്നത് കൊണ്ട് അതായിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും ട്രെയിലർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ കുറേ അധികം കത്തിയുണ്ട്. എന്തായാലും എനിക്ക് മറ്റേ ലോകേഷിന്റെ പടം, എനിക്ക് ലിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ലിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ലിയോയിൽ എന്താ അറിയോ, ലിയോയില് ആ നോർമൽ പീപ്പിളായിട്ടുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയ മാത്രമാണ് ശരിക്കും. അതിനകത്തും CGIs ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് എന്ത് രസമാണ് ആ ചേസിങ് ഇല്ലേ, ആ കാറും അല്ല ബൈക്കും ചേസിങ് ഒക്കെ, അത് എന്ത് രസമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കൊറേ ഇതിനകത്ത് അവൻ ആ ഹൈനയായിട്ട് നടത്തുന്ന ഫൈറ്റ് ആണെങ്കിൽ അതുപോലും നമുക്ക് കാണാൻ. അത് പക്ഷെ അതിനകത്ത് ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് CGI എല്ലാ പരിപാടി ചെയ്തിരിക്കുന്ന മറ്റേ റെഡ് ചില്ലീസ് ആണ്. ഷാറൂഖിന്റെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഹി കംസ് ബാക്ക് ആസ് എ നോർമൽ ഒരു ഫാമിലി മാൻ ആയിട്ട് തിരിച്ചു വരുന്ന ഒരു കോൺസെപ്റ്റും അതൊക്കെ ആക്ച്വലി കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിപ്പം മുൻകൂട്ടി നമ്മളൊന്നും പറയാൻ പാടില്ല. ഒത്തിരി പേരുടെ എഫേർട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്കും അറിയില്ല. വിജയന്റെ പടങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചത് അധികം CGIs, വളരെ അധികം CGIs വന്ന പടം വേറെ ലെവലിലാണ്. അതായത് ആ സൂപ്പർ ലെവലല്ല ഞാൻ പറഞ്ഞ, വേറെ ലെവലിലേക്ക് പോണ പോലെ ആയിരിക്കും തോന്നുന്നത്. പക്ഷെ എനിക്ക് ട്രെയിലർ എത്ര സൂചിച്ചിട്ടില്ല. ഫിലിം ചിലപ്പം വരുമ്പം കിടുമായിരിക്കും. ലെറ്റ്സ് സീ, വേർഡ് ഓഫ് മൗത്ത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. എന്നിട്ട് ചിലപ്പം ഫസ്റ്റ് ഡേ കാണണോ സെക്കൻഡ് ഡേ കാണണോ എന്നൊക്കെ തീരുമാനിക്കുള്ളൂ. മിക്കവാറും സെക്കൻഡ് ഡേ ആയിരിക്കുള്ളൂ ഞാൻ കാണുന്നത്. സർവമായ പോലത്തെ പടങ്ങൾ വിജയിന്റെ പ്രതീക്ഷിക്കണ്ട. അല്ല ചിലപ്പം അത് ഞാൻ പറഞ്ഞത് വിജയ് ഇനി അല്ല മറ്റേ എന്താണ് സിമ്രന്റെ ഒരു പടം ഉണ്ടല്ലോ. അല്ല എല്ലാം ഇങ്ങനെ ഇത്ര ഹൈപ്പിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതായത് ഹാർഷ് ഒരു ലൈറ്റ് മൂവിയും കൂടി ചെയ്തിട്ട് പൊക്കോട്ടെ. വിജയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ് മറ്റേ സിമ്രന്റെ ഒരു പടം ഉണ്ടോ, തുള്ളാത്ത മനം തുള്ളു എന്നിസെ പാടി വരും. അതെന്തായിരുന്നു, അതൊക്കെ സൂപ്പറാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഷാജഹാൻ എന്നുള്ള ഫിലിം ഉണ്ട് വിജയുടെ. ഷാജഹാൻ അല്ലേ, ജ്യോതികയുടെ കൂടെയാണോ? ജ്യോതികയുടെ കൂടെ അത് മറ്റേ ഖുഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. വിജയ് നല്ല അങ്ങനത്തെ എല്ലാ പടങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെയാണ്. നമുക്കൊരു ആ ലോകേഷിന്റെ പടം വിജയന് വെച്ചിട്ട് പിടിക്കുമെന്ന് പറഞ്ഞത് അതെന്തായാവോ, ലിയോടെ 2 വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇനി വരുമോ, പുള്ളിയുടെ ലാസ്റ്റ് പടം എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.